കാര്യം പ്ലാൻ പ്രൊഡക്റ്റും പ്രൊഫൈലും ആണ്. അല്ലെങ്കിൽ എടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പ്രൊഫൈലും പ്രൊഡക്റ്റും ആയിരിക്കും. പ്ലാൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോമൺ പ്രോഗ്രാമിൽ വന്നിരുന്നാൽ ഇൻ ഡെപ്തിൽ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അത് നമുക്ക് വളരെ കുറച്ച് പേരിൽ വെച്ചാല് പഠിക്കാൻ ഇൻട്രസ്റ്റോട് കൂടി അവർക്ക് വേണ്ടി മാത്രം ഒരു സെക്ഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് പ്ലാൻ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് കിട്ടുള്ളൂ. കാരണം കോമൺ ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ പ്ലാൻ പറയാന്ന് പറയുമ്പോൾ നമുക്ക് ടച്ച് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ഒരുപാട് ഓവർ ഡീറ്റെയിൽ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല. കാരണം നമ്മളൊരു പുതിയ ആളെ ഫോക്കസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എപ്പോഴും പ്രൊഫൈലും പ്രൊഡക്റ്റും ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇൻകം കിട്ടുന്ന ഒരു വഴി പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ എത്ര വർഷം ആർസിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നത് കൂടുതലും പ്രൊഫൈലും പ്രൊഡക്റ്റും ആയിരിക്കും. പ്ലാൻ ചെറിയ രീതിയിൽ കേൾക്കും. എന്നാൽ ഈ 3 കാര്യങ്ങൾ മാത്രമൊന്നും അല്ല ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. ഈ 3 കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിലായാൽ നമ്മൾ ഈ ഇൻഡസ്ട്രി നിലനിൽക്കാം. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഈ ഒരു ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ, അതിലൊരു മാസ്റ്ററി നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ, അല്ലെ അതിലൊരു എക്സ്പേർട്ട് ആയിട്ട് നമ്മൾ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എന്താ പറയാ, സ്വയമേ ആർജിച്ചെടുക്കേണ്ട കാര്യമൊന്നുമല്ല. ഇതിൽ വിജയിച്ച ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ചെയ്ത് പ്രാക്ടീസിലൂടെ നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ട് മാറുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ ഇതില് ഈ 9 മണിയുടെ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ബേസിക് ലെവലിൽ ആർസിഎമ്മിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മിഷൻ 180 ഒന്ന് ഓടിച്ച് ടച്ച് ചെയ്ത് പോവാണ്. ഇതിൽ ഉള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അതിനൊന്ന് ക്ലിയർ ചെയ്യാനുള്ള അവസരം കൂടെയാണ്. ഒരുപാട് ടൈം എടുത്ത് സംസാരിക്കുന്നില്ല, ലൈറ്റ് ആയിട്ട് എന്താണെന്നൊരു ആശയം മാത്രമായിരിക്കും പറയുന്നത്. അപ്പൊ മിഷൻ 180 എന്ന് പറയുന്ന ഒരു ആശയം ഇപ്പൊ ഞാൻ മുന്നോട്ട് കൊണ്ടുവരാൻ കാരണം ഉറപ്പായിട്ടും ഈ ഇൻഡസ്ട്രിയുടെ വളർച്ച എനിക്കറിയാം. കാരണം ഞാനൊരു യങ്സ്റ്റർ ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ വളരെ സജീവമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ഗ്ലോബലി ഈ ബിസിനസ് ചെയ്യുന്നവരും അത് ചെയ്യുന്ന ആൾക്കാർ ഈ ബിസിനസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, വളരെ വെല്ലെണ്ണാവുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ട് അതുപോലുള്ള കമ്പനികൾ ചെയ്ത് അവർക്ക് ഭയങ്കര സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, റിപ്പീറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, എല്ലാവരിലേക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഇത്രയും നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവര് അച്ചീവ് ചെയ്യുന്നതിന്റെ ഒരു എന്താ പറയുന്ന ഒരു 10% പോലും നമുക്ക്, അല്ലെ 10% പോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ നമ്മുടെ പ്രവർത്തന രീതി തന്നെയാണ് അവിടെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റുകൾ തന്നെയാണ് മാറ്റം കൊണ്ടുവരുന്നത് എന്നുള്ളത് വ്യക്തമായുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ ഡിസൈൻ ചെയ്തതും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും. ഇന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, 25-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 25 വയസ്സ് എത്തുന്നതിന് മുന്നേ ഈ ഇൻഡസ്ട്രിയിലൂടെ എന്താ പറയുന്നത്, ഏതൊരു വ്യക്തിയും ഒരു കാറുകളില് കൂടുതൽ എന്താ കാറിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാവുന്ന വാഹനങ്ങളിലൊന്നാണ് റോൾസ് റോയ്സ് പോലുള്ള കാറുകൾ. ഭയങ്കര ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർക്ക് കാർ പൈസ ഉണ്ടെങ്കിൽ പോലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു പ്രൊഫൈൽ വേണം. 25-ാമത്തെ വയസ്സിൽ ഈ ഇൻഡസ്ട്രിയിലൂടെ എന്താ പറയുന്നത് അങ്ങനത്തെ റോൾസ് റോയ്സ് കാറ് വരെ പർച്ചേസ് ചെയ്ത ആൾക്കാർ ആർസിംഗിലല്ല, ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വലിപ്പം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, പുറം ലോകത്ത് എന്താ നടക്കുന്നത് അറിയണം, ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നതൊക്കെ മനസ്സിലാവണം. അപ്പോ വളരെ കുറച്ച് ആൾക്കാര് അങ്ങനെ വലിയ സക്സസ് ഉണ്ടാക്കുന്നു, കുറെ ആൾക്കാർ ഇതിനെ കേട്ട് അല്ലെങ്കിൽ ഇത് കുറെ വർഷങ്ങളായിട്ട് കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ അവിടെ അങ്ങനെ പോയാൽ പോരാ. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ സക്സസ് ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ആശയത്തിൽ നിന്നാണ് ഈ മിഷൻ 180 വന്നിരിക്കുന്നത്. ഒരു 6 മാസം കൊണ്ട് ആർസിഎമ്മിൽ ഒരു സ്റ്റാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഒരു 7-ാമത്തെ മാസം ആർസിഎമ്മിൽ ഒരു 19,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം മേടിക്കുന്ന പോസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വിഷനാണ് ഇതിന് പുറത്തുള്ളത്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇതൊരു പ്ലാൻ മാത്രമാണ്. പക്ഷെ ആരാണോ വളരെ വിശ്വാസത്തോടു കൂടി ഇതിനെ ഏറ്റെടുക്കുന്നത് അവരാണ് ഇതിൽ ആദ്യത്തെ ഈ പറഞ്ഞ സ്റ്റാർ അച്ചീവ്മെന്റിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ അച്ചീവർ ആയിട്ട് മാറാൻ പോകുന്നത്. ഒരാൾ അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിൻഗാമികൾ നമ്മുടെ പുറകിൽ ഉണ്ടാവും. അപ്പൊ അതിന് സംശയമൊന്നുമില്ല. അപ്പൊ സംശയബുദ്ധിയായി നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. 25-30 ജോയിനിങ് ഒക്കെ ഒരു മാസം ചെയ്യുന്ന ആൾക്കാരുള്ളപ്പോഴാണ് നമ്മളൊരു 10 ജോയിനിങ് പറ്റില്ല എന്നും അല്ലെങ്കിൽ ഇത് നടക്കുമെന്നും നോക്കി നിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളതല്ല ഇത്. ഉറപ്പായിട്ടും വലിയൊരു ഫാസ്റ്റ് സക്സസ് ഈ ബിസിനസ്സിൽ ഉണ്ടാക്കണമെന്ന് അതിയായ ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് മിഷൻ 180. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിക് ടാർഗറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ആദ്യത്തെ മാസമാണ് ഇത് ഫസ്റ്റ് നമ്മുടെ ജൂലൈ എന്ന് പറയുന്ന ഫസ്റ്റ് മന്ത് ആണ്. 2026 തീരാൻ ഇനി നമ്മുടെ മുന്നിൽ ഈ മാസത്തോടെ ചേർത്ത് 6 മാസമേ ഉള്ളൂ. അപ്പൊ ഈ കൃത്യം ഒരു 6 മാസത്തെ എഫക്റ്റീവായിട്ട് നമ്മളൊന്ന് ഉപയോഗിക്കാൻ പറ്റിയാൽ 2026 ക്ലോസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇരിക്കുന്നവരെല്ലാവരും ഒരു സ്റ്റാർ ആൻഡ് എബോ ഒരു 10,000-20,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം മേടിക്കുന്ന ആൾക്കാരായിട്ടായിരിക്കും 2027 വരവേക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ 2,500 PV ആണ് നമ്മുടെ ബേസിക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. പേഴ്സണൽ ടാർഗറ്റ് 2,500 PV എങ്കിലും ചെയ്യണം. ഈ 2,500 ചെയ്യാന്ന് പറയുമ്പോൾ
നമുക്കറിയാം 5000 ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട്. ഒരിക്കലും 5000-നെ 2500 ആക്കി വെട്ടിക്കുറച്ചുകൊണ്ടായിരിക്കരുത് അത് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു ഇതൊരു പുതിയ ആൾക്കാരിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പ്ലാനിങ് ആണ്. നിലവിൽ നിങ്ങളുണ്ട്, നിങ്ങളിലൂടെ തുടങ്ങുന്നെങ്കിൽ പോലും നമ്മൾ പുതിയ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഈസി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. കാരണം നമ്മളൊരു ചെയ്യുന്നൊരു കാര്യം മറ്റൊരാളത്ത് പറയുമ്പോഴും അവർക്കും സിമ്പിൾ ആണെന്ന് തോന്നണം. അപ്പൊ അങ്ങനെ തോന്നിക്കുക എന്നൊരു പർപ്പസ് മാത്രമാണ് ഈ 2500 കൊണ്ടുള്ളത്. ഈ 2500 PVA കമ്പനി വിളിക്കുന്നത് പ്രീ ഡയമണ്ട് ക്ലബ് എന്നാണ്. ഡയമണ്ട് ക്ലബ് എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ 2500 ചെയ്യുന്നവര് നാളെ 5000-ലേക്ക് എത്തണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടെന്താ, 30 പേരുടെ ലിസ്റ്റ് എഴുതണം. ഈ ലിസ്റ്റ് എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ക്ലാസ് വരും ദിവസങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. 3 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് 10 ജോയിൻ. 30 പേരെ ലിസ്റ്റിൽ നിന്ന് 10 പേരെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഇപ്പോഴും ഇതിൽ ചില ആൾക്കാരെ 30 പേരെ ലിസ്റ്റ് എഴുതാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞായിട്ട് ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പൊ അതെന്താന്ന് എനിക്ക് ഇപ്പോഴും ക്ലിയർ ആവുന്നില്ല. നമ്മുടെ വീട്ടിലൊരു കല്യാണം വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം 500 മുതൽ 1000 പേരുടെ ലിസ്റ്റ് നമ്മൾ എഴുതും. ഈ 500-1000 പേരെന്നൊക്കെ പറഞ്ഞാൽ വഴിപോക്കരെയൊന്നും അല്ല നമ്മൾ കല്യാണം വിളിക്കുന്നത്. നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് പരിചയപ്പെട്ട ചിലപ്പോൾ റിലേറ്റീവ്സ് ഉണ്ടാവും, ഇവിടെ പഠിച്ചവരുണ്ടാവും, ഇവിടെ ജോലി ചെയ്ത ആൾക്കാരുണ്ടാവും, നമ്മുടെ അയൽവാസികളുണ്ടെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവരെ ഒന്നും അറിയാത്ത ആൾക്കാരല്ല, സ്ട്രേഞ്ചേഴ്സ് അല്ല ഇവരാരും. അപ്പൊ അത്രയും കോണ്ടാക്ട് നമ്മുടെ കയ്യിൽ ഉള്ളപ്പോഴാണ് ഒരു 30 പേരെ എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മളിലേക്ക് കൊടുത്ത കമ്മിറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട് നമ്മൾ ആലോചിച്ച് നോക്കാം. അപ്പോ ഈ 30 പേരുടെ ലിസ്റ്റ് നമ്മൾ എഴുതുക. ഞാൻ പറയുന്നത് ഒരിക്കലും 10 ജോയിനിങ്ങിനല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. 30 പേരെ കാണുക എന്നുള്ളതായിരിക്കും ടാർഗറ്റ്. കാരണം അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രോസസ്സ്. എനിക്ക് വേണമെങ്കിൽ 30 ജോയിനിങ്ങിന്റെ ലിസ്റ്റിന്റെ കാര്യം പറയാതിരിക്കാം, 10 ജോയിനിങ് അടിച്ചാൽ മതി എന്ന് പറയാം. പക്ഷെ നമ്മൾ ഒരിക്കലും 10 ജോയിനിങ്ങിനെ ഫോക്കസ് ചെയ്തല്ല ഒരിക്കലും പോകേണ്ടത്. 30 പേരെ ലിസ്റ്റ് എഴുതുക, 30 പേരെ കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്സ്. ആ പ്രോസസ്സ് ആരെ കൃത്യമായിട്ട് ചെയ്യുന്നു അവർക്ക് 10 ജോയിനിങ് അടിക്കാൻ പറ്റും. അല്ലാതെ 10 ജോയിനിങ് അടിക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് അത് ചിലപ്പോൾ അടിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല. അപ്പൊ നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം, 30 പേരുടെ ലിസ്റ്റ്. കാരണം നമ്മൾ മനസ്സിലാക്കുക 10 പേരെ കണ്ട 10 ജോയിനിങ് അടിക്കാൻ പറ്റുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അത് പോസിബിൾ അല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്യൂപ്ലിക്കേഷന്റെ ഗെയിമാണ്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സിസ്റ്റം ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്കും നമ്മൾ ചെയ്യുന്നൊരു കാര്യം വളരെ സിമ്പിൾ ആയെന്ന് തോന്നണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ പ്രോസസ്സ് ചെയ്താൽ അത് റെഡിയാണ്, അല്ലെ അത് അവർക്ക് സക്സസ് ഉണ്ടാവുമെന്ന് അവർക്കും ഫീൽ ചെയ്യണം. അപ്പൊ അവിടെ നമുക്കൊരു സിസ്റ്റം വേണം. അതാണ് ഈ 30 പേരുടെ ലിസ്റ്റ് എടുക്കുക എന്നുള്ളത്. ആ 30 പേരിലേക്ക് നമ്മൾ എത്തിയാൽ 10 ജോയിനിങ് ഗ്യാരണ്ടീഡ് ആയിട്ട് നടക്കും. പക്ഷെ ചെയ്യേണ്ട പോലെ ചെയ്യണം. ഓൾറെഡി ഞാൻ പറഞ്ഞു എങ്ങനെയാണത് ചെയ്യേണ്ടത്. ഒരു 10,000-3000 രൂപയുടെ എങ്കിലും സാധനങ്ങൾ, ഈ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാം, ആ കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ് ആയിരിക്കും നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. കാരണം എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ ടാർഗറ്റ് പീരീഡ് നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ മാസം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ജൂലൈ ആണ് നമ്മുടെ പീരീഡ്, സ്റ്റാർട്ടിങ് മന്ത് ആയിട്ട് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പൊ 10 ജോയിനിങ് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, എ സൈഡിലും ബി സൈഡിലും 5 ജോയിനിങ് ആയിട്ടായിരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇടാൻ പോകുന്നത്. ജോയിനിങ് അടിക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, അതിനുവേണ്ട ഹെൽപ്പ് ലീഡേഴ്സ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ നിങ്ങൾ ലീഡേഴ്സ് ഉറപ്പായിട്ടും തയ്യാറാവും. അത് പഠിച്ചെടുക്കുക എന്നുള്ളതും അത്യാവശ്യമാണ് മുന്നോട്ട് പോകുന്ന സമയത്ത്. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ നമ്മൾ ഒരു 180 ദിവസം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, ആദ്യത്തെ മാസത്തെ ടാർഗറ്റ് നിങ്ങൾ ചെയ്താൽ അടുത്ത മാസം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അങ്ങനെ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് ഒരു 6 മാസം കൊണ്ട് നമ്മൾ ആർസിമില് ഒരു 18,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം, ആർസിമിൽ ഒരു ലീഡർഷിപ്പ് സ്റ്റാർ പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും. 7ാമത്തെ മാസം ഈ സിസ്റ്റം ഇതേപോലെ റൺ ചെയ്യുമെങ്കിൽ, 6ാമത്തെ മാസം ആ വരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ 7ാമത്തെ മാസം ആർസിമില് ഒരു സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു ലെവലിലായിരിക്കും എത്താൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആർസിഎം ബിസിനസ്സിലൂടെ ഒരു 19,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം മേടിക്കുന്ന കാറ്റഗറി അച്ചീവർ ആയിട്ട് നമ്മൾ മാറുന്നുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഷോപ്പ് മീറ്റിംഗ് എടുത്ത സമയത്ത് നമ്മുടെ തകഴിയുന്ന സുനിൽ സാറാണ് പങ്കെടുത്തത്. സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. 7 മാസം കൊണ്ട് അതേ നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ് ആണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഇനി 180 കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. എല്ലാ മാസം കാര്യങ്ങൾ പഠിച്ച് പോവാന്ന് പറഞ്ഞാൽ പതുക്കെ മതി, ഒറ്റയടി എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ മാസം ടാർഗറ്റ് എന്താണോ അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇനി 9 to 10 മണി വരെയുള്ള പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഒന്ന് ഒരു എന്താ പറയാ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ആൾക്കാരെ നമ്മളെ പിന്തിരിപ്പിക്കാനുണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ കുലുങ്ങുന്ന ഒരു അവസ്ഥയാണ്. ആർസിഎം കൊള്ളില്ല, അല്ലെങ്കിൽ ഇത് തട്ടിക്കൽ പ്രസ്ഥാനമാണെന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് കേട്ട് നമ്മളൊരു ക്ലാസ് കേട്ടിട്ടാണ് ആർസിഎം എന്താണെന്ന് മനസ്സിലാക്കിയത്, ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കിയത്, ആർസിഎം ചെയ്യാൻ തീരുമാനം എടുത്തതും ഏതോ ഒരു ക്ലാസ് കേട്ടിട്ടാണ്. പക്ഷെ പുറത്തുനിന്ന് ഏതോ ഒരു വ്യക്തി വന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കുലുങ്ങി പോയെങ്കിൽ അവിടെ നമ്മൾ ഇല്ലാണ്ടായി. അപ്പൊ അങ്ങനെ ആവരുത്. അപ്പോ ആരെക്കൊണ്ടും നമ്മളെ അനക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ട്രസ്റ്റ് ഇതിൽ ബിൽഡ് ചെയ്യണം.
അപ്പൊ അതാണ് ആദ്യത്തെ പ്രോഗ്രാം വരുന്നത്. അതിന്ന് നമ്മൾ ഈ ഒരു സെക്ഷന്റെ കൂടെ തന്നെ കവർ അപ്പ് ചെയ്യുന്നുണ്ടാവും. 2 ആർസിന്റെ പ്രൊഫൈൽ എങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോമിൽ ആർസിം പ്രൊഫൈൽ വരുന്നുണ്ടാവും. പ്ലാൻ വളരെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്ലാൻ പ്രസന്റേഷൻ വരും. ഇനി ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ലക്ഷ്യം വേണം. 6 മാസം കൊണ്ട് സ്റ്റാർ ആവണം എന്നുള്ളൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. 6 മാസം കൊണ്ട് സ്റ്റാർ ആവണം എന്നുള്ളൊരു തീരുമാനം ഓരോ വ്യക്തികളും എടുക്കണം. അപ്പൊ ഒരു ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം. ഈ 5 പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ്. പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ ഒരു FMCG കാറ്റഗറിയിൽ ഒരു 10-12 പ്രൊഡക്റ്റും സ്പെഷ്യൽ കാറ്റഗറിയിൽ ഏകദേശം 7 പ്രൊഡക്റ്റുമാണ് നമ്മുടെ ഈ ഒരു മാസത്തെ ട്രെയിനിങ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത് വരുന്ന പ്രോഗ്രാമിൽ കിട്ടുന്നുണ്ടാവും. ഈ 6 ലിസ്റ്റ് മേക്കിംഗ്, ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ലിസ്റ്റ് മേക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എത്രത്തോളം വലുതാണ്. 8ാമത് പോയെന്ന് പറഞ്ഞാൽ ആ എഴുതിയ ലിസ്റ്റിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ലിസ്റ്റ് എഴുതി കൈ വെച്ചിട്ട് കാര്യമില്ല. ആ ലിസ്റ്റിനെ എങ്ങനെ സോർട്ട് ചെയ്യാം, എങ്ങനെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാം, എങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കാം, ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഇതെല്ലാം ആയിരിക്കും 8ാമത് ഈ ഒരു പ്രസന്റേഷനിൽ വരുന്നത്. 9 എന്ന് പറഞ്ഞാൽ എഡിഫിക്കേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ എഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറെ മേഖലകൾ ടച്ച് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. ഒന്ന് പ്രൊഡക്റ്റിനെ നമുക്ക് എഡിഫൈ ചെയ്യാൻ പറ്റണം, നമ്മുടെ ലീഡറിനെ നമുക്ക് എഡിഫൈ ചെയ്യാൻ പറ്റണം, നമ്മുടെ കമ്പനി എഡിഫൈ ചെയ്യാൻ പറ്റണം, നമ്മുടെ ഇൻഡസ്ട്രി എഡിഫൈ വെച്ചാൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ആ പ്രൊഡക്റ്റിനെ കൃത്യമായിട്ട് എഡിഫൈ ചെയ്താൽ അവിടെ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ കൊണ്ടുവന്ന ലീഡറിനെ കൃത്യമായിട്ട് എഡിഫൈ ചെയ്ത റിസൾട്ട് ഉണ്ടാവും. നമ്മളൊരു ഹോൾ മീറ്റിംഗിൽ ആൾക്കാരെ വിളിക്കുമ്പോൾ അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ലീഡറിനെ എഡിഫൈ ചെയ്യുമ്പോൾ അതിന് എന്താ പറയുക നല്ല പ്രാധാന്യം കൊടുത്ത് അദ്ദേഹത്തിനെ ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അവിടെ ഒരുപക്ഷെ ആൾക്കാർ വരും. അപ്പൊ എഡിഫിക്കേഷൻ അടുത്തൊരു ടോപ്പിക്കാണ്. ഇനി എങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഈ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പ്രോസ്പെക്ട്. ആ വ്യക്തിയെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. പലതരത്തിലുള്ള ആൾക്കാർ ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, സേവനം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, കൂടുതൽ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെ ഈ പ്രോസ്പെക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാം, അതാണ് ഒരു സെക്ഷൻ വരുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പിൻ മെത്തേഡ് എന്ന് പറയും. എന്താ പറയാ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവരുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ നല്ല രീതിയിൽ അവരുടെ മുന്നിൽ കൺവിൻസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ കണക്ട് ചെയ്ത് കൊണ്ടുവരിക. അതാണ് സ്പിൻ മെത്തേഡ് എന്ന് പറയുന്ന ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 12 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോളോ അപ്പ്. ഈ ബിസിനസ്സിൽ വലിയൊരു ശതമാനം ആൾക്കാരും ഫെയിലിയർ ആയി പോകാനുള്ള കാരണം ഫോളോ അപ്പ് ആണ്. ചില ആൾക്കാർ ഒരുപാട് ആൾക്കാരിലേക്ക് അപ്രോച്ച് നടത്തും, പ്രൊഡക്റ്റ് കൊടുക്കും, പക്ഷെ പിന്നെ അവരെ വിളിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ ഏതോ ക്ലാസ് ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷ വുമൺ അല്ലെങ്കിൽ ഒരു തവണ ആയപ്പോലും ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നോക്കിയിട്ട് പോയി സംസാരിച്ചു, അദ്ദേഹത്തെ നമ്മൾ പിന്നെ വിളിച്ചിട്ടില്ലെങ്കിലോ അവിടെ ചിലപ്പോൾ റിസൾട്ട് കുറയും. ഇനി ഒരാൾ മെമ്പർഷിപ്പ് എടുത്താൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, പിന്നെ അവരെ വിളിക്കില്ല, അവർ തന്നെ ചെയ്യുന്നു വരുന്നു. അവിടെയും ഫോളോ അപ്പ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇന്ന് ഇന്ത്യയിൽ ഫോളോ അപ്പിനെ കുറിച്ച് മാത്രം ട്രെയിനിങ് എടുക്കുന്ന ട്രെയിനേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ഒരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു 1 ഡേ വർക്ക്ഷോപ്പിനൊക്കെ 10,000-20,000 രൂപയെ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. ഒരു ദിവസം വർക്ക്ഷോപ്പിന്റെ കോസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ മന്ത്ലി ഏൺ ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യൻ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഫോളോ അപ്പിന്റെ ഇമ്പോർട്ടൻസ് അതെന്താ എങ്ങനെ ചെയ്യാം. അടുത്തെന്ന് പറഞ്ഞാൽ ഹോം മീറ്റിംഗ്. ഈ ബിസിനസ്സിൽ എന്താ പറയാ നമുക്ക് വളരാനും നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ നിലനിർത്താനും അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ ഒരു പർച്ചേസർ ആക്കി മാറ്റാനും ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഹോം മീറ്റിംഗ് ആണ്. കാരണം ഒരു വലിയ ഹോൾ മീറ്റിംഗിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ നമുക്കൊരു ഒരു ഹോം മീറ്റിംഗ് ചെയ്യാൻ പറ്റിയാൽ അവിടെ ഒരു ഹോം മീറ്റിംഗിൽ ഒരു 5 മുതൽ 10 പേരുണ്ടെന്ന് കരുതുക. ഹോം മീറ്റിംഗിന്റെ യഥാർത്ഥ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി ജോയിൻ ചെയ്തൊരു വ്യക്തിയുടെ വീട്ടിൽ നമ്മളൊരു ഹോം മീറ്റിംഗ് ചെയ്താൽ ആ വീട്ടിലുള്ള ആൾക്കാർ ആദ്യം കൺവിൻസ് ആവും, അവര് പോസിറ്റീവ് ആവും. ആ ഐഡിയ എടുത്ത വ്യക്തി ആശയം ചെയ്യാൻ അവരുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടും. ചെറിയ പർച്ചേസോട് കൂടി ചെയ്ത ഒരു വ്യക്തിയെ ഫുൾ റേഞ്ച് പർച്ചേസർ ആക്കി മാറ്റാൻ ഹോം മീറ്റിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ അപ്ലൈൻ ലീഡറിനോട് മാത്രമല്ല, നമ്മുടെ ഒരു ക്ലോസ് ലൈൻ ലീഡർ ആയിക്കോട്ടെ, നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത ലീഡർ ആണെങ്കിൽ പോലും അവരുമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണുന്ന ഒരു സാഹചര്യം വന്നാൽ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നമുക്കൊരു വലിയ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇപ്പൊ വളരെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഞാനൊരു 5-6 വർഷം മുന്നേ ആണ് RCM വേൾഡിൽ നമുക്കറിയാം ബിൽവാരയിലാണ്. ബിൽവാര വണ്ടർവേയിൽ നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. ഒരു 6 വർഷം മുന്നേ ആണ് അദ്ദേഹം ഒരു ന്യൂട്രീഷന്റെ പ്രോഗ്രാം വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇടയ്ക്ക് 1-2 തവണയൊക്കെ ബിൽവാര എത്തുന്ന സമയത്തൊക്കെ അദ്ദേഹം ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ റീസെന്റ് ആയിട്ട് ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. കുറെ വർഷത്തിന് ശേഷമാണ് വിളിക്കുന്നത്. ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ആ ഹെൽപ്പിന് വേണ്ടി വിളിക്കാൻ റീസൺ എന്ന് പറഞ്ഞാൽ
മലയാളിയായിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ ഐഡിയിലേക്ക് അറിയാതെ ബില്ല് അടിച്ചു പോയി. അപ്പൊ ബില്ല് റിട്ടേൺ എടുക്കാൻ OTP വിളിക്കുമ്പോൾ അദ്ദേഹം ഹിന്ദിയാണ് സംസാരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ആൾക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ ഒരു ഹെൽപ്പിന് വേണ്ടി അദ്ദേഹം വിളിച്ചു. അപ്പൊ ആ പറഞ്ഞ അത്രയും ദൂരെ കിടക്കുന്ന വ്യക്തിയായിട്ട് ഫോൺ വാട്സ്ആപ്പ് മെസ്സേജ് ത്രൂ ആണെങ്കിൽ പോലും അതേ ഒരു കോണ്ടാക്ട് ഞാനോട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അത് ഹെൽപ്പായി മാറി. എനിക്കാണെങ്കിൽ അവിടെ ചെന്ന സമയത്ത് ഒരുപാട് ഹെൽപ്പ്. അദ്ദേഹത്തെ നമുക്ക് ഫ്യൂച്ചർ ഒരുപാട് ബിൽവാരെ എനിക്ക് ഒരാളെ ഐഡിയ എടുപ്പിക്കണം. ഓക്കെ, എനിക്ക് വേണ്ട സർവീസ് ഉറപ്പായിട്ടും അദ്ദേഹം ചെയ്യും. കാരണം എന്താ, അദ്ദേഹമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നല്ല റിലേഷൻഷിപ്പ് ആണ്. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ബിസിനസ്സിൽ ഏതൊക്കെ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതാണ് അടുത്ത ഒരു സെക്ഷൻ വരുന്നത്. 15 ഈ ബിസിനസ്സിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഡ്യൂപ്ലിക്കേഷൻ. ഈ ബിസിനസ്സിൽ നമുക്ക് നെറ്റ്വർക്ക് വളർത്തണമെങ്കിൽ ഡ്യൂപ്ലിക്കേഷനിൽ നമ്മളൊരു എക്സ്പെർട്ട് ആയിട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് 15 വരുന്നത്. 16, 17, 18 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 21 വിന്നിങ് സ്റ്റെപ്പുകളാണ്. ഇതിൽ 6 ബേസിക്സ് ആണ്. ഈ പറഞ്ഞ 1 മുതൽ 15 പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ 6 ബേസിക്സ് പല പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ പല സെക്ഷനിൽ അതിന്റെ ഡീറ്റെയിലിംഗ് തന്നെയാണ് ആക്ച്വലി നടക്കുന്നത്. 6 ബേസിക്സ് എന്താണ്, 7 കാർഡിനൽ റൂൾസ് എന്താണ്. 6 ബേസിക്സ് എന്ന് പറഞ്ഞാൽ ആശയം ചെയ്ത് വിജയിക്കാൻ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. 7 കാർഡിനൽ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങളാണ്. 8 കോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ റൊട്ടീനിൽ കൊണ്ടുവരുന്ന കുറെ മാറ്റങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് 8 കോസ്റ്റ് സ്റ്റെപ്പ് സംസാരിക്കുന്നത്. അപ്പൊ ഇത്രയും 18 പോയിന്റുകളായിരിക്കും നമ്മുടെ ഈ 9 to 10 നടക്കുന്ന ഓൺലൈൻ ട്രെയിനിങ്ങിലൂടെ നമ്മൾ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇതായിരിക്കും അടുത്ത ഓരോ ദിവസങ്ങളായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഒരു ഫൗണ്ടേഷൻ ഡേയോട് അനുബന്ധിച്ച് നമുക്ക് അൺഷേക്കബിൾ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മാത്രമാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. ഒരു ചെറിയ ടോപ്പിക്കാണ്, എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുന്നത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സ്ക്രീൻ ഓക്കെ ആണല്ലോ അല്ലെ? സൗണ്ട് ഒന്നും ബ്രേക്കിംഗ് ഇല്ലല്ലോ? ഇല്ലില്ല, ക്ലിയർ ആയിട്ട് കേൾക്കാം. ഓക്കെ സാർ, എനിക്ക് കറണ്ട് ഇല്ല, അതാണ് വീഡിയോ ഓഫ് ആയി പോയത്. ഓക്കെ. അപ്പോ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ അൺഷേക്കബിൾ ഫെയ്ത്ത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞപ്പോ തന്നെ ലൈറ്റ് ആയിട്ട് ഞാൻ ടച്ച് ചെയ്ത് പോയി. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് നിലനിൽക്കുള്ളൂ. പലരും ഇതിനകത്തുനിന്ന് ക്ലാസ് കേൾക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങും. 1 മാസം, 2 മാസം, 3 മാസം, 6 മാസം, 1 വർഷം കഴിഞ്ഞിട്ട് വിട്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. ശരിക്കും ഇതിനെ ഉൾക്കൊണ്ട ആൾക്കാര് എത്ര വർഷം കഴിഞ്ഞാലും അവർ വലിയ സക്സസ് ഇതിനകത്ത് മേക്ക് ചെയ്തില്ലേ പോലും അവർ ഇതിനെ ഇട്ടിട്ട് പോവില്ല. കാരണം ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് അതിൽ 100% വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ ഒരു കോട്ടവും ഒരു കാര്യത്ത് സംഭവിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഫെയ്ത്ത് അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ആദ്യം ഈ ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കമ്പാരിസൺ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ബിലീഫ് എന്ന് പറയുന്ന വേർഡും കേട്ടിട്ടുണ്ട്. സത്യം ഇത് രണ്ടും, ഫെയ്ത്ത് എന്ന് പറഞ്ഞാലും ബിലീഫ് എന്ന് പറഞ്ഞാലും എന്താ, വിശ്വാസം തന്നെയാണ്. ഈ 2 വിശ്വാസം തമ്മിലുള്ള ഒരു എന്താ പറയുക, ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ആദ്യം ക്ലിയർ ആവും. അപ്പൊ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് സത്യത്തില് കണ്ടിട്ടില്ല. പാർസിമിൽ നമ്മൾ വിജയിക്കുമെന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്, അല്ലെ? അത് നമ്മളിപ്പോ വിശ്വസിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഫ്യൂച്ചർ ആണത്. നമ്മൾ ഇതിനകത്ത് വന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ നമുക്ക് സക്സസ് ഇനി ഉണ്ടാക്കണം. അപ്പൊ അതിനെ വിളിക്കുന്നത് അതും ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡിൽ നമ്മൾ പറയാം ഫെയ്ത്ത് എന്ന് പറയും. ഈ ബിലീഫ് എന്ന് പറയുന്നതും വിശ്വാസം തന്നെയാണ്. ആ ബിലീഫ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? എന്താ പറയുക, ഒരു ഉദാഹരണം വെച്ച് ഞാനത് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ആലപ്പുഴ തന്നെ ക്ലാസ്സിലെ സമയത്ത് എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് പാരച്യൂട്ട് എന്ന് പറയുന്ന സാധനത്തെ പറ്റി കേട്ടിട്ടുണ്ട്. പാരച്യൂട്ട് എന്താ സംഭവം? നമ്മളിപ്പോ അത് എന്താ പറയാ, ഒരു റൈഡിങ് ആക്ടിവിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമല്ല. വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ, വളരെ എന്താ സ്പോർട്സിന് അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് അതൊക്കെ പോയി ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് സംഭവം എന്താ, ഒരു ഉയർന്ന സ്ഥലത്തിൽ നിന്ന് നമ്മള് മേ ബി ഒരു ഹെലികോപ്റ്ററിൽ പോയിട്ട് അവിടെ നിന്ന് ജമ്പ് ചെയ്യാം. ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുറകിൽ ഒരു ബാഗ് ഉണ്ടാവും, അതിൻ്റെ അതാണ് ഈ പാരച്യൂട്ട് ഉള്ളത്. അപ്പോ നമ്മള് ഹെലികോപ്റ്റർ വരെ നമുക്ക് വേണമെങ്കിൽ കയറാൻ പറ്റും. പണം കൊടുത്ത് നമ്മള് ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിൽക്കാം. അപ്പോ
അവിടെ ഒരുപക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്കൊരു ബേസിക് ട്രെയിനിങ് കിട്ടും. അത് അവിടെ ചെന്നിട്ടായിരിക്കത്തില്ല, ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇത് എന്താണ് ഓപ്പറേറ്റിംഗ് സംഭവം എന്തൊക്കെയാണെന്നൊരു ബേസിക് ട്രെയിനിങ് കിട്ടും. എല്ലാവർക്കും ഇത് അവിടെ ചെന്നിട്ട് ഇത് ഇട്ടിട്ട് ചാടാൻ പറ്റുന്ന ഒരു നിർബന്ധവും ഇല്ല. കാര്യം എന്താ വെച്ചാൽ ആരാണോ ആ ട്രെയിനിങ് ആ പറഞ്ഞ വ്യക്തിയിൽ വിശ്വസിച്ചത്, ഇന്ന മാതിരി നിങ്ങൾ ചാടി ഇന്ന ഇത്ര ടൈം കഴിയുന്ന സമയത്ത് ഇത് വലിക്കുമ്പോഴത്തേക്ക് ഒരു ബലൂൺ പോലെ അതിന്റെ ബാക്കിൽ നിന്ന് ആ പാരച്യൂട്ട് ഓപ്പൺ ആയി വരും. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ഡയറക്ഷൻ കൊടുത്ത് താഴോട്ട് ലാൻഡ് ചെയ്യാം. ഇതൊരാൾ പറയുകയാണ്. ഈ പറയുന്നതിനെ കേട്ട് വിശ്വസിച്ച ആൾക്കാരുണ്ട്, അവർക്ക് മാത്രമേ ഇത് ഉപയോഗിച്ച് ചാടി താഴെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് എന്താ അവസ്ഥ? പറഞ്ഞതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഉള്ളിൽ നിന്നൊരു വിശ്വാസം വന്നിട്ടില്ല. ആ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ആർക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല, ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനും പറ്റില്ല. എന്ന് പറഞ്ഞ പോലാണ് ആസിമിനെ സംബന്ധിച്ചിടത്തോളം ആസിം ചെയ്ത് വിജയിച്ച കുറെ ആൾക്കാരെ നമ്മുടെ മുന്നിൽ ഒരു പ്രോഗ്രാമിലൂടെ കാണാം. ഓക്കെ, ഇപ്പൊ ആസിം ചെയ്താൽ വിജയിക്കാം. അപ്പൊ അവരെ വിശ്വസിച്ച് നമ്മൾ ഓക്കെ നമുക്ക് വിശ്വാസം ട്രസ്റ്റ് ആയി. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ആ വിശ്വാസം പലർക്കും ഇപ്പോഴും എത്തിയിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ സക്സസിനെ ബാക്കിലോട്ട് പിടിച്ച് വലിക്കാൻ കാരണമാകുന്നത്. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. ഇതിൽ കുറെ ആൾക്കാർക്ക് ബിലീഫ് ഉണ്ട്, പക്ഷെ ഫെയ്ത്ത് ഇല്ല. ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും 15 എന്നെ മാറ്റി നിർത്തിയ 14 ആൾക്കാർ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ട് ആർസിമിനെ, അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. പക്ഷെ ഫെയ്ത്ത് വന്നിട്ടില്ല. ആ ഫെയ്ത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ഫെയ്ത്തിലേക്ക് നമ്മൾ എങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഉള്ളിൽ നിന്നുള്ള ആ വിശ്വാസം, ശരിക്കും യഥാർത്ഥത്തിലുള്ള ആ വിശ്വാസം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ ഇൻ ദിസ് തിങ്, 2 ഫോഴ്സ്, ഔട്ട്സൈഡ് ഫോഴ്സ് ആൻഡ് ഇൻസൈഡ് ഫോഴ്സ് എന്ന് പറയും. നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഒന്ന് വേണ്ടത് അവനവനിലൊരു വിശ്വാസം ഉണ്ടാവും. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അധികം ആൾക്കാരോട് സംസാരിക്കാൻ കഴിവുള്ള ആളൊന്നും ആയിരുന്നില്ല. പ്രോഗ്രാമിൽ പലപ്പോഴും ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആസിമിൽ ഫുൾ ടൈമർ ആയിട്ട് മാറാൻ പോകാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ പല സുഹൃത്തിനും ചോദിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ല, പിന്നെ നീ ഇങ്ങനെ ഇത് മറ്റു ആൾക്കാരിലേക്ക് എത്തിക്കും. പക്ഷെ അന്ന് എനിക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നത് പറ്റില്ല, പക്ഷെ അത് എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതേപോലെ ഒരു വിശ്വാസം എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാവണം. ഇതിലിരിക്കുന്ന പലരും എന്താ പറയുന്നത്, 180 ചെയ്യാൻ റെഡിയാണ്. പക്ഷെ 180 ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, 10 പേരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല, പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറയുന്ന നെഗറ്റീവ് നമ്മൾ പറയുന്ന വേറൊരാളുടെ മുന്നിൽ നിന്നായിരിക്കും. പക്ഷെ ആദ്യം ആ നെഗറ്റീവ് കേൾക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ്. അപ്പോ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ തന്നെ ഫീഡ് ചെയ്യാണ് ഇത് പറ്റില്ല എന്നുള്ളത്. അപ്പൊ പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് പോസിബിൾ ആകാൻ പോകുന്നില്ല. അപ്പൊ അവനവരിൽ ഒരു വിശ്വാസം വേണം, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അത് ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഔട്ട്സൈഡ് ഫോഴ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? നിങ്ങൾ ജനിച്ച് അല്ലെ നിങ്ങൾ വളർന്ന ഒരു പരിസരം, അല്ലെ നിങ്ങൾ കഴിഞ്ഞ 20, 30, 40 വർഷം കൊണ്ട് നിങ്ങൾ പല സമയങ്ങളിൽ കണ്ട ആൾക്കാർ, ഒരുപാട് ആൾക്കാരോട് നിങ്ങൾ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 10 പേരെ കൊണ്ടുവരാൻ പറ്റില്ലേ? അതിനെ ഞാനൊരു സംശയ ബുദ്ധിയോടുകൂടി കാണേണ്ട ആവശ്യമുണ്ടോ? ആദ്യം നമ്മൾ ചെയ്യാവുന്നൊരു തീരുമാനം എടുത്താൽ അത് നടക്കും. ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തന്നെ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് ആദ്യം തന്നെ നിൽക്കുകയാണ്. ഇനി ഔട്ട്സൈഡ് ഫോഴ്സിലേക്ക് പോകുമ്പോൾ ഒരു 5 പോയിന്റ് നമ്മൾ കവറപ്പ് ചെയ്യണം. ഈ ഒരു 5 കാര്യങ്ങളിലും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? 100% ഫെയ്ത്ത് വരണം, വിശ്വാസം വരണം. ഒന്ന്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോഴും ആൾക്കാർ മനസ്സിലാക്കാന്നല്ല ഈ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ എത്ര വലുതാണ്, അല്ലെങ്കിൽ എന്താണ് സത്യത്തിൽ ആർസിഎമ്മിന്റെ എന്താ പറയാ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്? നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് ആർസിഎം ചെയ്യാണ്. ഇപ്പോഴും കേരളത്തിന് പുറത്ത് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന വളർച്ച, ലോക മാർക്കറ്റിൽ ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന വളർച്ച, ഇതിനെ കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ വരുന്ന ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആർസിഎമ്മിന്റെ കോമൺ ആയിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു, ഇത് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളൊക്കെ എടുത്താൽ ഒരു 10-65 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ട് ഇന്ന് അവരുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 40 to 45% ആൾക്കാരും
പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മൾ ട്രഡീഷണൽ ബിസിനസിനെയോ ആമസോണോ ഫ്ലിപ്കാർട്ട് പോലെ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുമ്പോൾ വികസിത രാജ്യമെന്ന് അറിയപ്പെടുന്ന പല രാജ്യക്കാരും അവര് അവരുടെ ജനസംഖ്യയുടെ 50% അടുത്തോണ്ടിരിക്കുകയാണ്, കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇത് വളർച്ചയിലാണുള്ളത്. ഓരോ വർഷം കഴിയുന്തോറും പെർസെന്റേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഭയങ്കര ഗ്രോത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളും ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരും. കാരണം റിയൽ പ്രൊഡക്റ്റ് ഇന്ന് തന്നെ നമുക്ക് പരസ്യത്തിലൊക്കെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പത്ര റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നുണ്ട്, ഓരോ ദിവസവും ഒരുപാട് മായം കലർന്ന ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കമ്പനി ഇറക്കുന്നതല്ല, കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി ആൾക്കാർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നാളെ കുറെ വർഷങ്ങൾക്ക് ശേഷം ആൾക്കാർ മനസ്സിലാക്കും റിയൽ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് തന്നെ അത് വാങ്ങണം. അപ്പൊ അത് വാങ്ങാനുള്ള അവസരം പൊതുവിപണിയെക്കാട്ടി വിലക്കുറവിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് മേടിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ ആൾക്കാർ ഉറപ്പായിട്ട് ഇതിൽ കൺവേർട്ട് ആവും. അപ്പോ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജനസംഖ്യ 136 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ന് 136 കുടുംബങ്ങളിൽ അല്ലെങ്കിൽ 136 കോടിയിൽ വരുന്ന ജനങ്ങളിൽ എല്ലാവരും പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, പല്ല് തേക്കണ പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അവരിന്ന് ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതെങ്കിലും ഒരു വിദേശ കമ്പനിയുടെ പേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ആയിരിക്കും. അതൊക്കെ അവർ പരസ്യത്തിലൂടെയാണ് വാങ്ങുന്നത്. അവിടെ പരസ്യം ഇടുന്നതിനും കഴിഞ്ഞിട്ടാണ് അവിടെ കയ്യിൽ വരുന്നത്. ഇവിടെ ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് എന്താ പറയാ അതിന്റെ സാധ്യത മനസ്സിലാക്കി ഈ 136 കോടി ജനങ്ങളും അവരുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പേസ്റ്റ് RCMന്റെ പേസ്റ്റ് ആകുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. 136 കോടി വേണ്ട, അതിലൊരു 5% ആൾക്കാർ RCMന്റെ പേസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ബിസിനസ്സിലൂടെ എത്ര രൂപ വരുമാനം മേടിക്കുന്ന ആൾക്കാരായിട്ട് മാറുന്നുണ്ടാവും. ഇതിന്റെ ഫ്യൂച്ചറാണ്, ഇതിനെ നമുക്ക് കാണാൻ പറ്റണം. ഇനി നമ്മൾ വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനം RCM എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഏതാന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ RCM ബിസിനസ്സിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന ഒരു നമ്മുടെയൊക്കെ സീനിയർ ലീഡറാണ് സുരേന്ദ്ര വാഡ് സാർ. ഒരു 50 ലക്ഷത്തിന് മുകളിൽ വരുമാനം മേടിക്കുമ്പോൾ അദ്ദേഹം ധാരാളം ബുക്കുകൾ RCMനെ പറ്റിയല്ല ഇൻഡസ്ട്രിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് ഹൗ ടു ബിക്കം എ വിന്നർ ഓഫ്, കാണാൻ പറ്റുമോ? ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നുണ്ട്. ഇല്ല കാണുന്നില്ല. കാണുന്നുണ്ട്. ഹൗ ടു ബിക്കം എ വിന്നർ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് പാർട്ട് 1 എന്ന് പറയുന്നത് 2 ഒക്കെ വന്നിട്ടുണ്ട്. വിഷൻ, ഇതിനകത്ത് 3 ടോപ്പിക്കാണ് അദ്ദേഹം എടുത്തേക്കുന്നത്. വിഷൻ, റൈറ്റ് കമ്പനി, 6 ബേസിക്സ്. ഇതിനകത്ത് ഒരു നല്ല കമ്പനി എങ്ങനെ കണ്ടെത്താമെന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇപ്പൊ RCMനെ കുറിച്ചൊന്നും അല്ല അദ്ദേഹം പറഞ്ഞേക്കുന്നത്, ഒരു നല്ല കമ്പനി എങ്ങനെ ചെക്ക് ചെയ്യാം. നമ്മളൊരു പരീക്ഷ